ഫീനിക്സ് ടെക്നോസിലെ സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് നോളജ് സീരീസ് പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എഞ്ചിനീയേഴ്സിനും സിവിൽ സൈറ്റ് എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനുമായി ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് നോളജ് പോയിന്റ്സിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് വാർപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് ആ സ്ലാബിൽ വെള്ളം ഒഴിക്കാറുണ്ട് അല്ലേ. അപ്പം ആ വെള്ളം ഒഴിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ബേസിക്കായിട്ട് ചിലപ്പോൾ നമുക്കറിയായിരിക്കും. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്നുള്ള ആളല്ല എങ്കിൽ അവരുടെ അറിവിൽ എന്താണ്, കോൺക്രീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിക്കണം എന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളായിരിക്കും. എന്നാൽ എത്ര ദിവസം കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്, എന്തിനാണ് ഈ വെള്ളം ഒഴിക്കുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസം ഒഴിക്കണം, കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് എത്ര ദിവസം വരെ വെള്ളം ഒഴിക്കണം, ആ വെള്ളവുമായിട്ട് ആ കോൺക്രീറ്റ് സ്ലാബ് കോണ്ടാക്റ്റിൽ ഇരിക്കണം എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണ്, ആ വെള്ളം ഒഴിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ് എന്നതുകൂടി അറിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന്. അപ്പോൾ ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആ കോൺക്രീറ്റിൽ നിന്നുള്ള മോയ്സ്ചർ ലോസിൻ്റെ പ്രൊട്ടക്ഷനാണ്. അതായത് മോയ്സ്ചർ ലോസ് എങ്ങനെ സംഭവിക്കാം, ഒന്നുകിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മൂലം ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒരു കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സിമെൻ്റ് ഉണ്ട്, കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, അഡ്മിക്സർ ഉണ്ട്, കൂടാതെ വാട്ടർ കൂടിയുണ്ട്. ഈ സിമെൻറ്റും വാട്ടറും തമ്മിലുള്ള റിയാക്ഷനെയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു. നമ്മുടെ കോൺക്രീറ്റ്, നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നില്ല, അതിൻ്റെ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നില്ല. അതായത് അതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ഒരു ലോങ്ങർ പീരീഡ് എടുത്തിട്ടാണ് ആ കോൺക്രീറ്റ് അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത്. ഈ ഡിസൈൻ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ സിമെൻറ്റ് വാട്ടറുമായി റിയാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രേഷൻ. അതൊരു എക്സോതെർമിക് ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ അതിന് മോർ എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമായി വരുന്നു. ആ ഒരു ഹൈഡ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മോർ എമൗണ്ട് ഓഫ് വാട്ടർ ആവശ്യമാണ്. അങ്ങനെയാണ് കോൺക്രീറ്റ് സ്ട്രെങ്തൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് ഹാർഡൻ ചെയ്യുന്നത് ആ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ വഴിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈഡ്രേഷൻ റിയാക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെയും കോൺക്രീറ്റിനെ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടീഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുക, വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കുക എന്നതാണ് നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി. വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കോൺക്രീറ്റ് പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്യുന്നു. ആ ഹീറ്റിനെ റിലീസ് ചെയ്തുകൊണ്ട് ഡ്രൈ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കൺട്രോളിംഗ് ദ റേറ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് മോയ്സ്ചർ ലോസ് ഫ്രം കോൺക്രീറ്റ് ഡ്യൂറിങ് സിമെൻറ്റ് ഹൈഡ്രേഷൻ ആണ് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂറിംഗ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്യൂറിംഗ് പീരീഡിനെ കുറിച്ചാണ്. അതായത് എത്ര ദിവസം ഏത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് എങ്കിൽ എത്ര ദിവസം നമ്മൾ ആ ഒരു മോയ്സ്ചർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യണം, എത്ര ദിവസം നമ്മൾ ആ ക്യൂറിംഗ് കൊടുക്കണം. ഇതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള കാര്യം. അതായത് ആ ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് അവിടുത്തെ ആ കോൺക്രീറ്റ് പ്രോപ്പർട്ടീസ്, സിമെൻറ്റ് പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ഒരു സ്ട്രക്ചറിൻ്റെ പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവിടുത്തെ ആംബിയൻ കണ്ടീഷൻ അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി തുടങ്ങിയ ആംബിയൻ കണ്ടീഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്യൂറിംഗ് പീരീഡ് നമ്മൾ നിർണ്ണയിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ക്രൈറ്റീരിയാസ് പറയുന്നതിന് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ആൻഡ് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ കോഡ് ഓഫ് പ്രാക്ടീസ് ആണ് IS 456-2000 എന്നത്. അപ്പോൾ ഈ IS 456-2000 എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീൽ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോഡ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, വർക്ക് കൊണ്ടുപോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിർണ്ണയിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സാധാരണയായിട്ട് നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എത്ര ദിവസമാണ് അവിടെ സ്ലാബ് കോൺക്രീറ്റ് കഴിഞ്ഞ് നമ്മൾ എന്നും രാവിലെയും വൈകിട്ടും ഒക്കെ വെള്ളം ഒഴിക്കാറുണ്ട് അല്ലേ? ഒരാഴ്ചത്തേക്കായിരിക്കും സാധാരണയായിട്ട് എല്ലാവരും വെള്ളം ഒഴിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ IS കോഡ് പ്രകാരമുള്ള ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത് OPC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ, ഓർഡിനറി പോളാൻഡ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 days ഫ്രം ദി ഡേറ്റ് ഓഫ് പ്ലേസിങ് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന ഡേറ്റിൽ നിന്നും 7 ദിവസമാണ് മിനിമം OPC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യൂറിംഗ് കൊടുക്കേണ്ടത്. അടുത്തത് അവിടെ മിനറൽ അഡ്മിക്സേഴ്സോ അല്ലെങ്കിൽ ബ്ലെൻഡഡ് സിമെൻറ്റ്സോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 days ക്യൂറിംഗ് നമ്മൾ കൊടുക്കണം. സാധാരണയായിട്ട് ഫ്ലാറ്റ് കൺസ്ട്രക്ഷനും, അതായത് നിങ്ങളൊരു സൈറ്റിൽ പോകുമ്പോൾ അഡ്മിക്സറൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള കേസിൽ മിനിമം 10 days ക്യൂറിംഗ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ഡ്രൈ ഓർ ഹോട്ട് വെതർ കണ്ടീഷൻ ആണെന്നിരിക്കട്ടെ, നല്ല ചൂടുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ അവിടെ ഈ OPC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 days, അതായത് 10 days കുറയാൻ പാടില്ല ക്യൂറിംഗ് പീരീഡ്. കൂടാതെ അഡ്മിക്സറോ ബ്ലെൻഡഡ് സിമെൻറ്റ്സോ യൂസ് ചെയ്യുകയാണെങ്കിൽ 14 days കുറയാൻ പാടില്ല ക്യൂറിംഗ് പീരീഡ്. അപ്പോൾ ഇതാണ് ക്യൂറിംഗ് പീരീഡ് IS കോഡിൽ പറഞ്ഞിരിക്കുന്ന കണക്ക്. ഇതിനനുസരിച്ച് വേണം ഏതൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഏതൊരു കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടും നമ്മൾ ക്യൂറിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ മിനിമം ഡേയ്സിൽ കുറയാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഒരു എഞ്ചിനീയറിന് മാത്രമല്ല, നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്കും ആ കാര്യം ശ്രദ്ധിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ്, ആ ക്യൂറിങ്ങിൻ്റെ റോൾ ഓഫ് ഇമ്പോർട്ടൻ്റ് ഇൻ ദി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് ഇനി ഒരു സ്ട്രെങ്ത് അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മളൊരു 3 to 7 days ആണ് ക്യൂറിങ് കൊടുക്കുന്നതെങ്കിൽ ആ കോൺക്രീറ്റിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് എത്രയാണോ അതിൻ്റെ 50% മാത്രമേ ആ ഒരു ടൈമിനുള്ളിൽ അത് അച്ചീവ് ചെയ്യുകയുള്ളൂ. ഇനി നിങ്ങൾ 14 days ക്യൂറിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഡിസൈൻ സ്ട്രെങ്തിന് 70% ആണ് അച്ചീവ് ചെയ്യുന്നത്. ഇനി നമ്മൾ 28 day ക്യൂറിങ് ആ കൊടുക്കുന്നതെങ്കിൽ 90% ഓഫ് ഡിസൈൻ സ്ട്രെങ്ത് ആണ് അവിടെ അച്ചീവ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ 28 ദിവസമാണ് നമ്മൾ ക്യൂറിങ് കൊടുക്കേണ്ടത്. പക്ഷേ നമുക്ക് ടൈം ലിമിറ്റഡ്, അല്ലെങ്കിൽ അത്രയും ടൈം ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ചിലവഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 7 to 14 days ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ സാധാരണയായിട്ട് 28 ഡേയിലാണ് അതിനെ 90%ഓളം സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത്. അതായത് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അച്ചീവ് ചെയ്യുന്നതിന് ആ ലോങ്ങർ പീരീഡ് എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം ക്യൂറിങ് നമ്മൾ നോക്കുമ്പോൾ ഇനി എങ്ങനെ ക്യൂറിങ് ചെയ്യണം, ആ മെത്തേഡ് ഓഫ് ക്യൂറിങ്ങിലും എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? അപ്പോൾ അവിടെയും ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ സ്ലാബ് കോൺക്രീറ്റ് ഒക്കെ ആണ് എങ്കിൽ അവിടെ യൂസ്ഫുൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ പോണ്ടിങ് ആണ് അവിടെ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സ്ലാബ് കോൺക്രീറ്റിലെ പോണ്ടുകളായിട്ട് കെട്ടി നിർത്തി, അതായത് വെള്ളം കെട്ടി നിർത്തി വേണം ആ ഒരു 7 ദിവസം അല്ലെങ്കിൽ ആ ഒരു 14 ദിവസം ക്യൂറിങ് കൊടുക്കാനായിട്ട്. ഇനി അടുത്തതാണ് കവറിങ് വിത്ത് ഗണ്ണി ബാഗ്സ് ഓർ ഹെസ്സിയൻ ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അതായത് വെർട്ടിക്കൽ മെമ്പേഴ്സിനൊക്കെ, കോളം അല്ലെങ്കിൽ വോളിനൊക്കെ നമുക്ക് വാട്ടർ പോണ്ടിങ് പറ്റുകയില്ല. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു മോയ്സ്ചർ കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഗണ്ണി ബാഗ്സ്, നമ്മുടെ ചണച്ചാക്ക്, ഹെസ്സിയൻ ക്ലോത്ത് എന്ന് പറയുന്ന ക്ലോത്ത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ആ ഹെസ്സിയൻ ക്ലോത്തോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിനെ കവർ ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവിടെ ക്യൂറിങ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷന് കോളവും വിക്കൽ വാളും ഒക്കെ ഉണ്ട് എങ്കിൽ അതിന് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുക. മറ്റു പല ടൈപ്പ് ഓഫ് ക്യൂറിങ് ഉണ്ട്. സ്റ്റീം ക്യൂറിങ് ഉണ്ട്. അതായത് അവിടെ ആ ഹീറ്റ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടാണ് ക്യൂറിങ് പ്രോസസ്. സാധാരണ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ഒക്കെയാണ് സ്റ്റീം ക്യൂറിങ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്തത് ഇനി മെംബ്രെയിൻ ക്യൂറിങ് ഉണ്ട്. അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യൂറിങ് കോമ്പൗണ്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ക്യൂറിങ് കോമ്പൗണ്ട്സ് അതിൻ്റെ കോൺക്രീറ്റ് സർഫസ്, കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അടുത്തതാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സും ഉണ്ട്. പക്ഷെ അതൊക്കെ കോസ്റ്റ്ലി ആണ്. നമ്മുടെ സാധാരണയുള്ള കൺസ്ട്രക്ഷൻ, ചെറിയ ചെറിയ കൺസ്ട്രക്ഷനൊന്നും അതൊന്നും ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഫോളോ ചെയ്യുന്നത് വാട്ടർ പോണ്ടിങ്ങും അതുപോലെ തന്നെ കവറിങ് വിത്ത് ഗണ്ണി ബാഗ്സും ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അടുത്ത നിങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സൈറ്റ് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഷട്ടറിംഗ് ഓയിൽ അഥവാ ഫോംവർക്ക് ഓയിലിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ സൈറ്റിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുന്നേ ഷട്ടറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷട്ടറിംഗ് ഓയിൽ അടിക്കുന്നത് കാണാം അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഷട്ടറിംഗ് ഓയിലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് ഓഫ് ഷട്ടറിംഗ് അനുസരിച്ച്, അതായത് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് നമ്മൾ തട്ടും പലകയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വുഡൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് കൺസ്ട്രക്ഷനിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റീൽ ഫോംവർക്കും ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വുഡൻ ഫോംവർക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഷട്ടറിംഗ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം ആ ഷട്ടറിംഗ് ഓയിൽ അവിടുത്തെ ആ വുഡൻ ഫോംവർക്ക് കോൺക്രീറ്റിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് ഷട്ടറിംഗ് ഓയിലിൻ്റെ വുഡൻ ഫോംവർക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. കൂടാതെ ക്യൂറിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് ഷട്ടറിംഗ് ഓയിൽ അവിടുത്തെ ലീക്കേജ് ഓഫ് വാട്ടർ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്.
അപ്പോൾ കോൺക്രീറ്റിന് മുന്നേ ഇന്നർ സർഫസ് ഓഫ് ദ ഫോം വർക്കിലാണ് നമ്മൾ ഈ ഷട്ടറിങ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിപ്പിങ്ങിൻ്റെ സമയത്ത്, സ്ട്രിപ്പിംഗ് എന്താണ്, ഫോം വർക്കിനെ റിമൂവ് ചെയ്യുന്ന, അതായത് കോൺക്രീറ്റ് ഹാർഡൻ ഒക്കെ ചെയ്തതിന് ശേഷം ആ ഒരു ഹാർഡൻ പീരീഡ് കഴിഞ്ഞിട്ട് ഫോം വർക്കിനെ റിമൂവ് ചെയ്യണം. ആ ഒരു ടൈമിൽ ഈ വുഡൻ ഫോം വർക്ക് ആണെങ്കിൽ വുഡൻ ഫോം വർക്ക് അല്ലെങ്കിൽ സ്റ്റീൽ ഫോം വർക്ക് അത് കോൺക്രീറ്റ് സർഫസുമായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ ആ വുഡൻ ഫോം വർക്ക് സ്ട്രിപ്പ് ചെയ്ത് മാറ്റാൻ നമ്മൾ ഈ ഷട്ടറിങ് ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എളുപ്പകരമായി തീരും. അപ്പോൾ പൊട്ടലുകളൊന്നും ഇല്ലാതെ തന്നെ ഫോം വർക്ക് നമുക്ക് അവിടെ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റും. ആ ഫോം വർക്ക് പല ടൈംസ് റീയൂസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായകരമാകും. അതോടൊപ്പം തന്നെ ആ ഒരു കോൺക്രീറ്റ് സർഫസിന് നല്ലൊരു ഫിനിഷിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. മിനിമം ഡിഫക്ട്സിൽ നല്ലൊരു ഫിനിഷിങ് പ്രൊവൈഡ് ചെയ്യാനും ഇത് സഹായകരമാകും. കൂടാതെ സ്റ്റീൽ ഫോം വർക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുള്ള കൊറോഷനും റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഷട്ടറിങ് ഓയിൽ യൂസ്ഫുൾ ആകും. ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ഒക്കെ ആകുമ്പോൾ അവിടെ ഷട്ടറിങ് ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല ടൈപ്സ് ഓഫ് ഷട്ടറിങ് ഓയിലുണ്ട്. സ്റ്റീൽ ഫോമർക്കൊക്കെ ആണെങ്കിൽ അതിനകത്ത് റസ്റ്റ് ഇൻഹിബിറ്റർ അടങ്ങിയ ഷട്ടറിങ് ഓയിലുണ്ട്. കൂടാതെ വുഡൻ ഫോമർക്ക് ആണെങ്കിൽ മിനറൽ ഓയിൽസും വാക്സും ഒക്കെയാണ് ഷട്ടറിങ് ഓയിൽ അടങ്ങിയിട്ടുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ബിഫോർ കോൺക്രീറ്റിന് മുന്നേ ഷട്ടറിങ് ഓയിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു സൈറ്റ് എഞ്ചിനീയർ ആണ് നിങ്ങളെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. കൂടാതെ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവരവിടെ ഷട്ടറിങ് ഓയിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മിനറൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു ബേസിക് നോളജ് ആണ് ദി യൂസ് ഓഫ് കവർ ബ്ലോക്ക് അല്ലെങ്കിൽ കവർ എന്താണ് എന്നതിനെ കുറിച്ച്. നിങ്ങളുടെ വീടൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സ്ലാബ് കോൺക്രീറ്റിൻ്റെ അന്ന് കമ്പികളുടെ റീഇൻഫോഴ്സ്മെൻ്റ് ഇടയ്ക്കെല്ലാം ബീമിൻ്റെ സൈഡിലാണെങ്കിലും സ്ലാബിനകത്താണെങ്കിലും ഒക്കെ കുറേ കവർ ബ്ലോക്സ് ഒക്കെ വെച്ചിട്ടുണ്ടത് കണ്ടിരിക്കും അല്ലേ? ആ കവർ ബ്ലോക്കിൻ്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ കവർ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും IS കോഡിൽ IS 456-2000 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. കവർ എത്ര കൊടുക്കണമെന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മുടെ IS കോഡിൽ പറഞ്ഞിട്ടുണ്ട്. കവർ കൊടുക്കുന്നതിൻ്റെ കുറേ യൂസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റീബാറിന് അല്ലെങ്കിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ആ സ്റ്റീലിനെ കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുകയാണ് കവർ കൊടുക്കുന്നതിലൂടെയുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇതൊരു ബീമാണെങ്കിൽ ഇത് ഷട്ടറിങ്ങിൻ്റെ ബേസ് ആണ്. അപ്പോൾ ഇവിടെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇടുന്നതെങ്കിൽ ഈ റീഇൻഫോഴ്സ്മെൻറ്റും ആ ഷട്ടറിങ്ങിൻ്റെ ബേസും തമ്മിൽ ആ ഡിസ്റ്റൻസ് ആണ് അവിടെ നമ്മൾ കവർ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീഷട്ടർ ചെയ്യുന്ന സമയത്ത്, സ്ട്രിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഈ റീഇൻഫോഴ്സ്മെൻറ്റ് താഴെ തെളിഞ്ഞ് കാണാൻ പാടില്ല. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് എപ്പോഴും ആ ഒരു കോൺക്രീറ്റിനുള്ളിൽ എൻകേസ്ഡ് ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കൂടാതെ തെർമൽ ഇൻസുലേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫയറിൽ നിന്നുമുള്ള പ്രൊട്ടക്ഷൻ ഒക്കെയാണ് ഈ കവർ കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ കവർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്പേസർ ആണ്. ആ റീഇൻഫോഴ്സ്മെൻറ്റിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് ലിഫ്റ്റ് ചെയ്ത് ആ ഒരു സ്പേസ് അവിടെ കൊടുക്കുമ്പോൾ കോൺക്രീറ്റിന് ആ റീഇൻഫോഴ്സ്മെൻറ്റ് അടിയിൽ കൂടെ ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കും, കോൺക്രീറ്റിന് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് സ്ലാബിൻ്റെ ബോട്ടത്തിലും ബീമിൻ്റെ സൈഡിലും കോളത്തിൻ്റെ സൈഡിലും എല്ലായിടത്തും റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 4 വശവും അതുപോലെ തന്നെ ടോപ്പിലും ബോട്ടത്തിലും സൈഡിലും എല്ലാം IS കോഡിൽ പറഞ്ഞിരിക്കുന്ന കവർ, മിനിമം വാല്യൂ ഓഫ് കവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ കവർ അവിടെ കൊടുത്തിട്ട് ഉണ്ടെന്ന് നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരു സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിലും കോൺക്രീറ്റിന് മുന്നേ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് കവർ ബ്ലോക്ക് കൊടുത്തിട്ടുണ്ടോ, എല്ലായിടത്തും കവർ ഉണ്ടോ എന്ന് വ്യക്തമായി തന്നെ എല്ലാ കോർണേഴ്സിലും, എല്ലാ ബേസിക് പോയിന്റ്സിലും, എല്ലാ ബീമിലും, എല്ലാ സ്ലാബിലും കവർ ബ്ലോക്ക് അല്ലെങ്കിൽ കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ഇനി കവർ കൊടുക്കേണ്ട ഒരു മിനിമം വാല്യൂ IS കോഡ് പ്രകാരം പറയുന്നത് കോളത്തിനാണ് എങ്കിൽ 40 mm കുറയാൻ പാടില്ല. ഒരിക്കലും കോളത്തിൻ്റെ കവർ 40 mm കുറയാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ കൺസ്ട്രക്ഷന് കോളം ഉണ്ട് എങ്കിൽ അതിൻ്റെ സൈഡിലെല്ലാം 40 mm കവർ, 4 cm കവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കൂടാതെ ആ കോളത്തിൽ ഡയമീറ്റർ ഓഫ് ബാർ എത്രയാണോ അതിനേക്കാളും ഒരിക്കലും കുറയാൻ പാടില്ല. ഒരു കേസിലും ഡയമീറ്റർ ഓഫ് ബാറിനേക്കാളും കവർ കുറയാൻ പാടില്ല. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇനി ഫൂട്ടിംഗ് ആണ് എങ്കിൽ മിനിമം 50 mm ആണ് കവർ കൊടുക്കേണ്ടത്. ഇനി നമ്മൾ സ്ലാബിന് സാധാരണയായിട്ട് 15 mm കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് 20 mm ആണ് സ്ലാബിൻ്റെ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 15 to 20 റേഞ്ചാണ് സ്ലാബിൻ്റെ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ലാബിൻ്റെ ബോട്ടവും ടോപ്പിലും 15 or 20 mm കവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ബീമിൻ്റെ സൈഡിലൊക്കെ ബീമിൻ്റെ കവർ എന്ന് പറയുന്നത് 25 mm ആണ് ബീമിൻ്റെ കവർ. അപ്പോൾ ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കവറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു സൈസ് വെച്ചിട്ടാണ് അവിടുത്തെ സ്ലാബിനും ബീമിനും കോളത്തിനും ഒക്കെ നമ്മൾ കവർ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ കവർ ബ്ലോക്ക് വെച്ചിട്ടുണ്ടോ, എല്ലാ സൈഡിലും കവർ പ്രോപ്പർ ആയിട്ടുള്ള കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.
അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒരു സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വീട് കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രിപ്പിംഗ് ടൈമിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡീ ഷട്ടറിങ് ചെയ്യുമ്പോൾ ആ ഡീ ഷട്ടറിങ് ടൈം എത്രയാണ് എന്നുള്ളത്. ഈ സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഫോമക്കിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ട്രിപ്പിംഗ് അഥവാ ഡീ ഷട്ടറിങ്. സ്ട്രിപ്പിംഗ് എന്നാണ് അതിനെ പറയുന്നത്, നമ്മൾ ചിലപ്പോഴൊക്കെ ഡീ ഷട്ടറിങ് എന്നും പറയാറുണ്ട്. അപ്പോൾ ആ സ്ട്രിപ്പിംഗ് ടൈം IS കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രിപ്പിംഗ് ടൈം നിർണ്ണയിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞിട്ടുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ, ഈ സ്ട്രിപ്പിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോംവർക്ക് റിമൂവ് ചെയ്യുമ്പോൾ ആ കോൺക്രീറ്റിൽ ഒരു സ്ട്രെസ് അവിടെ സബ്ജക്റ്റഡ് ആവും, അല്ലെങ്കിൽ ആ കോൺക്രീറ്റിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ സബ്ജക്റ്റഡ് ആവുന്ന സ്ട്രെസ്സിൻ്റെ ടോയ്സ് സ്ട്രെങ്ത് എങ്കിലും ആ ഒരു സ്ട്രിപ്പിംഗ് ടൈം, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ കോൺക്രീറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ അപ്പോൾ നമുക്ക് സ്ട്രിപ്പിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് സ്ട്രിപ്പിംഗ് ടൈമിൽ സബ്ജക്റ്റഡ് ആവുന്ന സ്ട്രെസ്സിൻ്റെ ടോയ്സ് സ്ട്രെങ്ത് ആ കോൺക്രീറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ, അത്രയും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ എത്ര ടൈം പീരീഡ് വേണോ അതാണ് അവിടുത്തെ സ്ട്രിപ്പിംഗ് ടൈമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ട്രിപ്പിംഗ് ടൈം നമുക്ക് നോക്കാം. നമ്മുടെ സ്ട്രക്ചർ മെമ്പേഴ്സ് പറയുമ്പോൾ സ്ലാബ് ഉണ്ട്, ബീം ഉണ്ട്, കോളം ഉണ്ട്. കോളം എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, കൂടാതെ വെർട്ടിക്കൽ വാളും വെർട്ടിക്കൽ ബീമും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള വെർട്ടിക്കൽ മെമ്പേഴ്സിന് സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് 16 to 24 hours ആണ്. അതായത് കോളത്തിൻ്റെയൊക്കെ ഡീ ഷട്ടറിങ് നമ്മൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നാളെ നമ്മൾ ഡീ ഷട്ടർ ചെയ്യാറുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ മെമ്പേഴ്സിന് സ്ട്രിപ്പിംഗ് ടൈം 16 to 24 hours ആണെന്ന് ഓർത്തിരിക്കുക. ഇനി സോഫിറ്റ് ഫോമർക്ക്, സ്ലാബിൻ്റെ സോഫിറ്റ് ഫോമർക്ക്, ഈ സോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ അണ്ടർ സൈഡിൽ കൊടുക്കുന്നത്. അപ്പോൾ സോഫിറ്റ് ഫോമർക്ക് ടു സ്ലാബ് ആണെങ്കിൽ സ്ട്രിപ്പിംഗ് ടൈം 3 days ആണ്. ഇനി സോഫിറ്റ് ഫോമർക്ക് ടു ബീം ആണെങ്കിൽ 7 days ആണ് സ്ട്രിപ്പിംഗ് ടൈം. അടുത്തത് പ്രോബ്സ്, അതായത് ആ വെർട്ടിക്കൽ മെമ്പർ ഫോമക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോബ്സ്. ആ പ്രോബ്സ് സ്ലാബിന് കൊടുക്കുന്ന പ്രോബ്സ് ആണ് എങ്കിൽ സ്ലാബിൻ്റെ സ്പാൻ അടിസ്ഥാനമാക്കിയാണ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സ്ലാബിൻ്റെ സ്പാൻ 4.5 meter വരെ ആണ് എങ്കിൽ 7 days ആണ് സ്ട്രിപ്പിംഗ് ടൈം. ഇനി നിങ്ങളുടെ സ്ലാബിൻ്റെ സ്പാൻ 4.5 meter എബോവ് ആണെങ്കിൽ സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് മിനിമം 14 days ആണെന്നുള്ളത് ശ്രദ്ധിക്കാം. അടുത്തത് പ്രോപ്സ് ടു ബീം ആൻഡ് ആർച്ച്. ബീമിനും ആർച്ചിനും കൊടുത്തിരിക്കുന്ന ആ പ്രോപ്പ് ആണ് എങ്കിൽ അതിൻ്റെ സ്പാൻ 6 meter വരെ ആണ് എങ്കിൽ 14 days ആണ് സ്ട്രിപ്പിംഗ് ടൈം. എബോവ് അല്ലെങ്കിൽ ഓവർ 6 meter ആണെങ്കിൽ 21 days ആണ് മിനിമം സ്ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിംഗ് ടൈം നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കൺസ്ട്രക്ഷന് നിങ്ങൾ എന്തൊക്കെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, അവിടുത്തെ ബീമിനും അവിടുത്തെ സ്ലാബിനും അവിടുത്തെ വെർട്ടിക്കൽ മെമ്പേഴ്സിനും ഒക്കെ സ്ട്രിപ്പ് ചെയ്യേണ്ട ടൈം നിങ്ങൾക്ക് ലേബേഴ്സിനോട് പറഞ്ഞ് അതിനനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തുള്ള ലേബേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇത് ആദ്യമേ പറഞ്ഞു കൊടുക്കണം, ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സ്ലാബിൻ്റെ കേസ് അല്ലെങ്കിൽ ബീമിൻ്റെ കേസ് അല്ലെങ്കിൽ കോളത്തിൻ്റെ കേസ് സ്ട്രിപ്പിംഗ് ചെയ്യേണ്ടത്, നിങ്ങൾ സൈറ്റ് എഞ്ചിനീയേഴ്സ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് നോളജും നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴും നിങ്ങൾക്കും ഇത് അറിഞ്ഞിരുന്നാൽ അതിനനുസരിച്ച് നമുക്ക് വർക്ക് ഹാൻഡിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് നോളജ് ആണ് ഡിസ്കസ് ചെയ്ത്. ഒരു സിവിൽ എഞ്ചിനീയറിനും ഒരു സിവിൽ സൈറ്റ് എഞ്ചിനീയറിനും കൂടാതെ ഒരു കൺസ്ട്രക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കിയിരിക്കേണ്ട, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ ഇതുപോലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് നോളജ് പോയിന്റ്സുമായി അടുത്ത സീരീസിൽ കാണാം.